വളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ 16 കിഴക്കേക്കരയിൽ നിക്ഷേപിച്ച അജൈവ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഒഴിഞ്ഞ പറമ്പിൽ കൂട്ടിയിട്ട മാലിന്യത്തിനാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ തീപിടിച്ചത്. അംഗനവാടി, അമ്പലം തുടങ്ങിയ സ്ഥാപനങ്ങളും 100ഓളം വീടുകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിവിടം. 3 മാസം മുമ്പ് ഇവിടെ പലതരത്തിലുള്ള മാലിന്യം തള്ളുന്ന വാർത്ത വളാഞ്ചേരി ഓൺലൈനിലൂടെ പുറത്തുവിട്ടതാണ്. പ്രദേശവാസികൾ മുൻ കൗൺസിലറുടെ മുഖേന നഗരസഭയിൽ പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സ്ഥലമുടമയ്ക്ക് നോട്ടീസ് നൽകിയതല്ലാതെ മറ്റ് നടപടികൾ സ്വീകരിച്ചില്ലെന്ന പരാതി ഉയർന്നു. തുടർന്ന് പുതിയ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് വിഷയത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ലഭിച്ചത്. ആക്രിസാധനങ്ങൾ സൂക്ഷിക്കാൻ എന്ന നിലയ്ക്കാണ് സ്ഥലം ആവശ്യപ്പെട്ടതെന്നാണ് സ്ഥല ഉടമ പറയുന്നത്. അജൈവ മാലിന്യമാണ് തള്ളിയതെന്ന് ബോധ്യമായതോടെ പോലീസിൽ പരാതിപ്പെട്ടെന്നും തുടർന്ന് മറ്റു നടപടികൾ ഒന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപം ഇവർ പറഞ്ഞു. ഇതിനിടയിലാണ് മാലിന്യക്കൂനയ്ക്ക് തീപിടിച്ചത്. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. 3 മാസത്തിലേറെയായി ജനവാസ മേഖലയിൽ മരുന്നുകൾ, ഫ്ലക്സ് ബോർഡുകൾ, റബ്ബർ പൈപ്പുകൾ, ടയർ അവശിഷ്ടങ്ങൾ തുടങ്ങിയ മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ടതും തുടർന്ന് ഇന്ന് രാവിലെ ഇത് കത്തിക്കാൻ ഇടവരുത്തിയതുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വളാഞ്ചേരി മുനിസിപ്പാലിറ്റി 16-ാം വാർഡ് കിഴക്കേക്കര മഞ്ചറ ഭാഗത്ത് 2 മാസം മുമ്പ് പ്ലാസ്റ്റിക് മാലിന്യം ഒരു പറമ്പിൽ നിക്ഷേപിക്കുകയുണ്ടായി. അന്നത്തെ മുനിസിപ്പൽ കൗൺസിലർ സുബിത രാജൻ അതിനെതിരെ കംപ്ലൈൻറ്റ് മുനിസിപ്പാലിറ്റി കൊടുത്തിരുന്നു. അത് ഇത്ര കാലമായിട്ടും അത് ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിനോടനുബന്ധിച്ചാണ് 2 ദിവസം മുമ്പ് വീണ്ടും മുനിസിപ്പാലിറ്റിയിൽ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഉടനടി തീരുമാനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് പുലർച്ചെ 3 മണിക്ക് ആരോ അത് തീയിട്ട് കത്തിച്ചിട്ടുണ്ട്. അത് കാരണത്താൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളും, പ്ലാസ്റ്റിക്കാണ് കത്തിച്ചിട്ടുള്ളത്. അപ്പോൾ പോലീസ് വന്നിരുന്നു. അപ്പോൾ ഇത് കെടുത്താനൊരു മാർഗ്ഗമില്ല. ഫയർഫോഴ്സിനെ വിളിച്ചു, ഓല് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ഈ ആൾക്കെതിരെയും ഇത് കൊടുന്നിട്ട ആൾക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുക്കും. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീപിടിച്ചതു മൂലമുള്ള പുകയിൽ വലിയ ദുരിതത്തിലാണ് പ്രദേശത്തെ വീട്ടുകാർ. രോഗികളായ നിരവധി പേർ തൊട്ടടുത്ത വീടുകളിൽ കഴിയുന്നുണ്ട്. പ്രശ്നത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ രംഗത്തുള്ളത്. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494 2084 010 7034 07 1111.